ഓക്കെ, അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോവാം. ഫസ്റ്റ് മോഡ്യൂൾ നമുക്ക് അത്യാവശ്യം കംപ്ലീറ്റ് ആയി. അത്യാവശ്യമല്ല, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് മോഡ്യൂളാണ്. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഫുള്ള് എന്താണെന്ന് വെച്ചാൽ ഡിസൈൻ തിങ്കിങ് ആണ്. ഓക്കെ, ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് എന്ത്, ഫസ്റ്റ് ഹെഡിങ് തന്നെ എന്താണ്, ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് ആണ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ, ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഡിസൈൻ ചെയ്യും മുൻപ് എന്തൊക്കെയാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിൽ പറഞ്ഞിട്ടുള്ളത് ദ വേർഡ് ഡിസൈൻ റിപ്രസെന്റ് ദി മീനിങ് ഓഫ് ഡെഫിനിഷണൽ ചാലഞ്ച് ആണ്. ഓക്കെ, ഡെഫിനിഷണൽ ചാലഞ്ച് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് ആണ്, മനസ്സിലായ? ദ വേർഡ് ഡിസൈൻ റിപ്രസെന്റ് ദ മീനിങ് ഓഫ് ഡെഫിനിഷണൽ ചാലഞ്ച് ആണ്. അപ്പൊ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പ്യൂട്ടർ ഫീൽഡിലാണ്, നിങ്ങൾ ഒരു ഇന്നോവേഷൻ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, ആ കോൺസെപ്റ്റിനെ കുറിച്ച് എന്ത് വേണം, ഒരു ക്ലിയർ ഐഡിയ വേണം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പോവാണ് വിചാരിക്കുക. നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഗൂഗിൾ ക്രോം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാണ്, പക്ഷെ നിങ്ങൾ ഗൂഗിൾ മീറ്റ് ക്രോം ഇട്ടോ, നമ്മളിപ്പോ മീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ മീറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഒരു 30 ആൾക്കാർക്ക് എന്തില്ല, ഈ മീറ്റ് യൂസ് ചെയ്യണതിൽ എന്തൊക്കെയോ, ഈ മീറ്റിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് തിങ്കിങ്. ഓക്കെ, തിങ്കിങ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക്, ഓക്കെ നമ്മൾ പുതിയതായിട്ട് ഒരു ഗൂഗിൾ മീറ്റ് പോലെ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. അപ്പൊ അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വേണ്ടത് എന്താണ്, കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് ഇതിൽ എന്താണ് വന്നത്, ഗൂഗിൾ മീറ്റിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഡിസൈൻ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ ആ കോൺസെപ്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യേണ്ടി വരും? അപ്പോ കോൺസെപ്റ്റ് കിട്ടി, ഗൂഗിൾ മീറ്റ് ആണ് ചെയ്യാൻ പോണത്, അപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ്, ഗൂഗിൾ മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ നോളജസ് വേണ്ടി വരും, എന്തൊക്കെ നോളജസ് വേണ്ടി വരും പറ. ഗൂഗിൾ മീറ്റ് ആണ് നിങ്ങൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്യാൻ പോണത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നോളജ് വേണം, എന്ത് നോളജ് വേണം? പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം അല്ലെ? പ്രോഗ്രാമിംഗ് സ്കില്ല്. ഓക്കെ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെ വേണ്ടി വരും? പ്രോഗ്രാം സ്കില്ല് മാത്രം മതിയോ? ഓക്കെ, ഇത് ഫുള്ള് ഈ ഗൂഗിൾ മീറ്റ് ഫുള്ള് ഗൂഗിൾ പ്രോഗ്രാമിംഗ് ആണോ? ഇതിൽ ഈ പേജ് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ഡിസൈനിങ് പേജ് ആണ്, മനസ്സിലായ? ഫ്രണ്ട് എൻഡ് ആണ്. ഓക്കെ, ഗുഡ്, സെവിൻ പറഞ്ഞിട്ടുണ്ട് ഡിസൈനിങ് സ്കില്ല്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, ഡെഫിനിഷണൽ ചാലഞ്ചസ് ആണ്. അതിനെ കുറിച്ചുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് ചാലഞ്ചസ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ കുറെ ഇഷ്യൂസ് ഉണ്ട് ഗൂഗിൾ മീറ്റിൽ ഇഷ്യൂ എന്ന് പറഞ്ഞതല്ല. ഇപ്പോ ഒന്ന് പ്രോഗ്രാമിംഗ് സ്കില്ലാണ്, ഇന്നൊന്ന് ഡിസൈനിങ് പറഞ്ഞു, ഇന്നൊന്ന് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള കോൺസെപ്റ്റിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറിച്ച് ഒരു നല്ല ഐഡിയ വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു 2 months മുൻപായിരുന്നു നമ്മൾ ഈ ഗൂഗിൾ മീറ്റും ഉണ്ടായിരുന്നു, എഗെയിൻ എന്താണ് സൂം ഒരു ആപ്പ് ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? കുറെ പേര് ഓൺലൈൻ ക്ലാസ് സൂമിൽ ചെയ്യായിരുന്നു. നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ സൂം വന്ന സമയത്തിൽ പിന്നെ നമ്മൾ 2 or 3 days കഴിഞ്ഞപ്പോ തന്നെ ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് കണ്ടായിരുന്നല്ലേ? എന്താണ് കണ്ടത്? അവിടെ സൂമിലുള്ള മീറ്റിംഗ്സ് അധികം സെക്യൂർ ആവണില്ല, അവിടെ ഉള്ള ഡേറ്റാസ് എന്തോ ലീക്ക് ആവണമെന്ന് പറഞ്ഞിട്ട് നമ്മള് ന്യൂസ് പേപ്പറിലൊക്കെ കുറെ ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ സെക്യൂരിറ്റി ഇഷ്യൂ. അപ്പൊ നമ്മളുടെ ഗൂഗിൾ മീറ്റിൽ എന്ന് പറയുന്നത് നമ്മളുടെ ക്ലാസ്സിലുള്ള 60 പേരാണ് ഇതിലുള്ളത് അല്ലെ. അപ്പൊ ഇതിൽ ഈ 60 പേരല്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആരെങ്കിലും കേൾക്കുമ്പോൾ അതെന്താണ്, ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഇപ്പൊ നമ്മൾ ക്ലാസിന്റെ കാര്യമായതുകൊണ്ട് നമ്മൾ സെക്യൂർ ആയിട്ട് ഒരു ഇൻഫർമേഷനും പറയുന്നില്ല. പക്ഷെ ചില ആൾക്കാരുടെ അഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ ഇതിൽ കണ്ടക്ട് ചെയ്യും, ഗൂഗിൾ മീറ്റിൽ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രശ്നം വരാൻ സാധ്യത ഉണ്ടാവും? സെക്യൂരിറ്റി ഇഷ്യൂ. സെക്യൂരിറ്റിനെ കുറിച്ചുള്ള കോൺസെപ്റ്റേ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് പ്രശ്നം വരും? നമ്മളുടെ സെക്യൂരിറ്റീന് ഇപ്പൊ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ തേർഡ് പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും? കേൾക്കാൻ സാധ്യത ഉണ്ടാവും. കേൾക്കുമ്പോൾ എന്താണ്, സപ്പോസ് അഭിനവ് ഇവിടെ ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഹോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ പാസ്വേഡിന്റെ ഡീറ്റെയിൽസും കൂടിയാണ് എന്നോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു തേർഡായിട്ട് നമ്മളുടെ ഓതന്റിക്കേഷൻ ഇല്ലാതെ ഒരാൾ കൂടി ഈ മീറ്റിംഗ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഈ ഡേറ്റ ഒക്കെ എന്താവുന്നുണ്ട്, ലോസ് ആവുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഒരു ഡിസൈൻ ചെയ്യണമെന്ന് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് അവിടെ നോക്കേണ്ടത് എന്താണ്, ഡെഫിനിഷണൽ ചാലഞ്ചസ് ആണ്. ഡെഫിനിഷണൽ ചാലഞ്ചസ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് കോൺസെപ്റ്റുവൽ ചാലഞ്ചസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് നമുക്ക് എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം.
ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ഈസ് എന്താണെന്ന് വെച്ചാൽ കോംപ്ലക്സിറ്റി ആണ്. കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ അറിയാം. ഓക്കെ. പക്ഷെ അവിടെ എന്തുണ്ടാവും കുറെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ഹൈ എൻഡ് ഒരു നല്ല രീതിയിലുള്ള ഒരു വീടാണ് ഡിസൈൻ ചെയ്യാൻ വിചാരിക്കുക. ഓക്കെ. ഇപ്പോ അഭിനവിന് എന്താ അറിയാം, ഒരു നല്ല രീതിയിലുള്ള ഒരു ഹോം ഡിസൈൻ ചെയ്യാൻ അറിയാം, അത് ബിൽഡ് ചെയ്യാനും അറിയാം. ഓക്കെ. പക്ഷെ അത് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവന് ഹൈ എൻഡിലാണ് ഒരു വീട് ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അവനക്ക് കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ പ്ലേസ് എന്ന് പറയുന്നത് ഒരു 3 ആണ്, ഒരു ചെറിയ ഒരു സ്ക്വയർ ഫീറ്റ് ആണ്, ഒരു 500 സ്ക്വയർ ഫീറ്റിൽ തന്നെ വീട് ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അവന്റെ ഡിസൈൻ സ്കില്ലിൽ എന്തുണ്ടാവും, അവൻ കുറെ എന്ത് ചെയ്യണം, മോഡിഫിക്കേഷൻ വരുത്തണം. എന്തുകൊണ്ടാണ് മോഡിഫിക്കേഷൻ വരുത്തുക? ഓക്കെ, അവൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഒരു വലിയ ഒരു പ്ലാൻ ആണ്. പക്ഷെ അവനക്ക് കിട്ടിയിട്ടുള്ള സാധനം എന്തായിരുന്നു, ഒരു ചെറിയ ഒരു പ്ലേസ് ആണ് അവനക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് അവന്റെ ഡിസൈനിൽ കുറെ എന്ത് ചെയ്യേണ്ടി വരും, മൈട്രേഷൻ ചേഞ്ചസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? അവിടുത്തെ സൈസ് ചെറുതാണ്, അവിടുത്തെ കപ്പാസിറ്റി ചെറുതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ എന്ത് ചെയ്യണം, കുറെ ചേഞ്ച് ചെയ്യണം. അതാണ് സെക്കൻഡ് പോയിന്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ ഡിസൈൻ ഈസ് ഡിഫിക്കൽട്ട് ഇറ്റ്സ് ഓൺ ആസ്പെക്ട് ഇഫ് റിക്വയർ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഐട്രേഷൻസ്. ഈ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഐട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എയിം ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ. പക്ഷെ അവിടെ പ്രശ്നം പറഞ്ഞത് എന്താണെന്ന് അറിയാം, ആ പ്രൊഡക്റ്റിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ എന്തുണ്ടാവും, കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഓക്കെ. റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത് ഒരു വീടിന്റെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഓക്കെ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു വീട് ഡിസൈൻ ചെയ്യാം, പക്ഷെ അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു റിവർ സൈഡാണ് പോവാന്ന് വിചാരിക്കുക, അവിടെ പോയി ഒരു വീട് വയ്ക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്, അതിനനുസരിച്ച് അവിടെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. മാത്തമെറ്റിക്കൽ സാധനങ്ങളൊക്കെ നമ്മൾ, മാത്തമെറ്റിക്കൽ എന്ന് പറഞ്ഞാല് ചില സ്ഥലങ്ങളിൽ ചില സോയിൽ എന്താണ്, കുറച്ച് വെയിറ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. മാക്സിമം വെയിറ്റ് കൊടുത്താൽ ആ സോയിലിന് എന്തുണ്ടാവില്ല, കപ്പാസിറ്റി ഉണ്ടാവില്ല, ആ ബിൽഡിങ്ങിനെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓൾറെഡി നമ്മൾ വെച്ചിട്ടുള്ള ഡിസൈനിൽ കുറെ ചെയ്യേണ്ടി വരും, നമ്മൾ ചേഞ്ചസ് ചെയ്യേണ്ടി വരും. അപ്പൊ വെറുതെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല അല്ലെ. എന്തുകൊണ്ടാണ് വെറുതെ ചേഞ്ച് ചെയ്യാൻ പറ്റൂല? ഇപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഹൈ എൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിലുള്ള പോസിബിലിറ്റീസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാം, പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, മെഷർമെന്റും സൈസും ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ ഉടനെ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ എന്താവാൻ സാധ്യത ഉണ്ടാവും, കുറഞ്ഞു പോവാൻ സാധ്യത ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്. നമ്മുടെ ഫീച്ചേഴ്സും പോകാൻ പാടില്ല, പക്ഷെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും പോകാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. അതാണ് അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഐട്രേഷൻ ചെയ്യണം, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരാൻ പാടില്ല, ഡിസൈനിൽ ഒരു പ്രോബ്ലമും വരാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ഡെഫിനിഷണൽ ചാലഞ്ചസ് ആണ്. ഡെഫിനിഷണൽ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസെപ്റ്റുവൽ ചാലഞ്ചസ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഡിസൈൻ ഡിഫിക്കൽട്ട് ആണ്. എന്തിന്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഐട്രേഷൻസ്. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായ എന്താണ് ഐട്രേഷൻ? ഐട്രേഷൻ മീനിങ് എന്താണ് ശരിക്കും പറഞ്ഞാല്? റിപ്പീറ്റഡ് ആണ് അല്ലെ. പിന്നും പിന്നും എന്താണ്, നമ്മൾ ഈ ഫാർ ലൂപ്പ് ഒക്കെ പഠിച്ചത് ഓർക്കണുണ്ടോ സിയില്? റിപ്പീറ്റഡ് ആണ്. റിപ്പീറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട്, ആ ഡിസൈനിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറക്ഷൻസ് ചെയ്യുന്നുണ്ട്, മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഫോർമൽ മാത്തമെറ്റിക്കൽ ലാംഗ്വേജസ് ആൻഡ് സം ബൈ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആ ഡിസൈനിൽ കുറെ ചേഞ്ചസ് ചെയ്തത്. ഓക്കെ. ദെൻ അനദർ വൺ ഈസ് എന്താണെന്ന് വെച്ചാൽ അനദർ വേ ഓഫ് തിങ്കിങ് ഈസ്, നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ. പ്രൊഡക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ല നമ്മൾ പ്രൊഡക്റ്റ്, ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമുക്ക് ആ ഫസ്റ്റ്, ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസൈനിങ് പ്രോസസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യണ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ഇതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ. അല്ലാതെ നമ്മൾ എന്താണ് ഫുൾ പ്രൊഡക്റ്റും കംപ്ലീറ്റ് ആയി മാർക്കറ്റിൽ കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ഈ പ്രൊഡക്റ്റിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, അനലൈസ് ചെയ്യാൻ നിൽക്കരുത്. പ്രൊഡക്ഷനിലെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ, നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഡിസൈനിൽ എന്തെങ്കിലും തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഓക്കെ. അല്ലാതെ ഫൈനലായിട്ട് വന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇല്ല നമ്മൾ ഇപ്പൊ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ചെയ്ത് സ്റ്റാർട്ടിങ് സ്റ്റേജിലോ അല്ലെങ്കിൽ ഈ മീഡിയം ഈ റണ്ണിങ് സ്റ്റേജ് ഉണ്ടാവുമല്ലോ, ഈ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സമയത്തിലൊന്നും നിങ്ങൾ ഈ ഡിഫക്റ്റിനെ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക.
ഓക്കെ, ഡിസൈൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോവാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് സക്സസ് ആവും. എല്ലാം കംപ്ലീറ്റ് ആയ ശേഷമാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വരും? നമുക്ക് മാർക്കറ്റിൽ കൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്ന് വെച്ചാൽ എന്താണ്? അവർ ഈ നമ്മളുടെ പ്രോബ്ലത്തിന്റെ, നമ്മളുടെ ഡിസൈനിന്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ അവർ ഈസി ആയിട്ട് നമ്മളുടെ പ്രോബ്ലത്തിന് അവരെന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഏതെങ്കിലും ഒരു സാധനത്തിൽ പ്രോബ്ലം പറയാൻ എളുപ്പമാണ് അല്ലെ? നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു സാധനം സബ്മിറ്റ് ചെയ്തോ, ഇന്നൊരാളിന് പ്രോബ്ലം പറയാൻ എന്താണ്, ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാൻ എന്താണ്, എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ഡിസൈൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഓൺ കോൺസെപ്റ്റിലെ ഡെഫിനിഷണൽ ചാലഞ്ചസ് ആണ്. സെക്കൻഡ് ഓൺ എന്താണ്, ഡിസൈൻ ഈസ് ഡിഫിക്കൽട്ട് ആണ്. അതിൽ എന്താണ്, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഐറ്ററേഷൻ പറഞ്ഞുകൊണ്ട് ബേസ്ഡ് ആണ് എന്താണ്, മാത്തമെറ്റിക്കൽ ലാംഗ്വേജസ് ആൻഡ് കോമ്പറ്റേഷണൽ കോംപ്ലക്സിറ്റി ആണ്. നെക്സ്റ്റ് എന്താണ്, the other way thinking of about design qualities, identify the defects that will arise in the design process. Okay, then final one endanu vechale, however large number of human problem is not the really good design. In the way of design hardly represent the faithful execution of plan with the application of remarkable skill and craft. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഫൈനൽ ഓൺ എന്താണ് വെച്ചാൽ, നമ്മൾ നോർമൽ ഡേ ടു ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, കുറേ സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അതിന്റെ ഡിസൈൻ ഒക്കെ ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ മനസ്സിലായ? നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ കുറേ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാട്ടർ ബോട്ടിൽ വെച്ചോ. ഓക്കെ, വാട്ടർ ബോട്ടിൽ എന്ത് ചെയ്തു, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരാൾ ഡിസൈൻ ചെയ്തു. വാട്ടർ ബോട്ടിൽ ഒറ്റ ഡിസൈനേ ഉള്ളൂ? കുറെ ഡിസൈൻ ഉണ്ട്. ഏതിന്റെ കേസിലാണ് ഈ ഡിസൈൻ ഒക്കെ ചേഞ്ച് ആയത്? എന്തുകൊണ്ടാണ് ഈ ഡിസൈൻ ഒക്കെ ഇവർ ചേഞ്ച് ചെയ്തു? ഓരോരുത്തർക്ക് ഓരോ ഇത് ഫീൽഡിലേക്കും വേണ്ടത് വ്യത്യസ്തപരമായിരിക്കും. ഓക്കെ, അപ്പൊ ഒവ്വൊരു ഹ്യൂമൺക്ക് എന്താണെന്നറിയോ, ചില ബോട്ടിലിന്റെ സൈസ് വെച്ചിട്ട് അവർക്ക് എന്താണ്, ഈ സൈസ് വേണ്ട, വേറെ മോഡലാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യും, ഒവ്വൊരു ആൾക്കാരും ഡിസൈനെ ചേഞ്ച് ചെയ്യും. ഓക്കെ, വെള്ളം കുടിക്കും. ഓക്കെ, കുറെ ആൾക്കാർക്ക് എന്ത് ചെയ്യണം, കുറെ ക്വാണ്ടിറ്റി വേണം, ചില ആൾക്കാർക്ക് ക്വാളിറ്റി വേണം, ചില ആൾക്കാർക്ക് സൈസ് ചെറുതായിട്ടിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതാണ് ഹൗഎവർ ലാർജ് നമ്പർ ഓഫ് ഹ്യൂമൻ പ്രോബ്ലം ഈസ് നോട്ട് റിയലി ഗുഡ് ഡിസൈൻ. നമുക്കിപ്പോ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. കുറേ പ്രശ്നം എന്ന് വെച്ചാല് നമുക്കിപ്പോ നമ്മളുടെ പ്രോബ്ലംസ് വരുമ്പോഴൊക്കെ അല്ലേ നമുക്കൊരു പ്രൊഡക്റ്റ് വേണ്ടി വരിക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരാളുടെ കൂടി സംസാരിക്കണമെന്ന് വരുമ്പോഴാണ് നമുക്ക് എന്ത് വേണ്ടി വരും, ഫോൺ വേണ്ടി വരും. ഓക്കെ, അപ്പൊ ഫോണിൻ്റെതും എന്താണ്, ഇപ്പൊ സ്റ്റാർട്ടിങ് ടൈമിൽ അവർ ഒരു ടൈപ്പിൽ ഡിസൈൻ ചെയ്ത്, പിന്നെ അവർക്ക് അതിൽ പ്രോബ്ലം അവർ ഐഡന്റിഫൈ ചെയ്ത്. എന്താണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത? ഫസ്റ്റ് വീട്ടിൽ ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ലാൻഡ് ലൈൻ ഇരുന്നപ്പോൾ അതിൽ അവർ എന്താണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത? ഐഡന്റിഫൈ ചെയ്ത അവർക്ക് പോണ സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റണില്ല, സംസാരിക്കാൻ പറ്റണില്ല. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് അവർ എന്ത് ചെയ്തു, സെൽഫോൺ വന്നു. ഓക്കെ, സെൽഫോൺ വന്ന ശേഷം പിന്നെ അവർക്ക് എന്താണ്, സംസാരിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, ടെക്സ്റ്റ് മെസ്സേജ് അയക്കണമെന്ന് അവർക്ക് തോന്നി. പിന്നെ അവർ എന്ത് ചെയ്തു, ആ ഫോണിന്റെ കൂടി ടെക്സ്റ്റ് മെസ്സേജ് വെച്ചു. ഓക്കെ, അതിന്റെ ശേഷം അവർക്ക് തോന്നി, ഓക്കെ ഇത് പോരാ, നമ്മൾ അപ്പൊ ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടി വരും, അപ്പൊ അതിന്റെ കൂടി ക്യാമറ വെച്ചു. ഓക്കെ, അതിന്റെ ശേഷം നമ്മൾ ഫോട്ടോ എടുത്താൽ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, വേറെ ആൾക്കാരുടെ കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് സർവീസ് വേണമെന്ന് നോക്കി. അപ്പൊ അവർ GPRS ഫോം ചെയ്തു. ഫസ്റ്റ് വന്നത് GPRS ആയിരുന്നു. ഓക്കെ, ദെൻ GPRSന്റെ ശേഷം എന്താണ്, നമുക്ക് സ്പീഡ് പോരാ, ഇതെന്താണ് നെറ്റിന്റെ സ്പീഡ്. പിന്നെ അവർ എന്ത് ചെയ്ത്, GPRS 2Gയിലേക്ക് വന്നു. 2G പിന്നെ എന്താണ്, ഈ സ്പീഡും പോരാ, നമുക്ക് 3G വേണമെന്ന് പറഞ്ഞിട്ട് 3Gയിലേക്ക് വന്നു. പിന്നെ എന്താണ് വന്നത്, 3Gന്റെ സ്പീഡ് എനിക്ക് പോരാ, ഓക്കെ എനിക്ക് 4G സ്പീഡ്. 2G 3Gയിലേക്ക് വരുമ്പോൾ 3G ഹൈ സ്പീഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. അപ്പൊ 3G സ്പീഡിൽ വന്നപ്പോൾ ഇവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ യൂസേഴ്സ്? ഇല്ല, അതിനെവിടെ എന്ത് വേണം, ഹൈ സ്പീഡ് വേണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവർ ഇതിലേക്ക് വന്നത്, പിന്നെ 4Gയിലേക്ക് വന്നത്. ഇപ്പൊ 4Gയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. അപ്പൊ 5G എന്ത് ചെയ്യുന്നുണ്ട്? 5G എനിക്ക് തോന്നുന്നു കൊറിയയില് ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. കൊറിയയിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, നമ്മളുടെ വർക്കിംഗ് എന്താണ്, ജിയോ ചോദിച്ചിട്ടുണ്ട് 5Gന്റെ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പൊ 5Gയിൽ ഇനി സ്റ്റോപ്പ് ആവോ? ഇല്ല. പിന്നെ എന്താണ് പ്രോബ്ലം, അതിലും എന്ത് വരും, പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അങ്ങനെ ഒவ்வொരു സ്ഥലങ്ങളിലും ഒவ்வொരു പ്രോബ്ലം ഐഡന്റിഫൈ ആവുമ്പോഴാണ് നമുക്ക് എന്ത് വരിക, പുതിയതായിട്ട് ഒരു ഡിസൈന് ഫോം ആവുന്നതും അതിനെ സോൾവ് ചെയ്യുന്ന കപ്പാസിറ്റി പീപ്പിളിന് വരുന്നതും. സപ്പോസ് ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ടില്ലാന്ന് വെച്ചാൽ പുതിയതായിട്ട് ഡിസൈൻ വരുമോ? പുതിയതായിട്ട് ഡിസൈൻ വരാൻ പോസിബിലിറ്റീസ് ഉണ്ടാവോ? നിങ്ങൾ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു പ്രൊഡക്റ്റും ഡിസൈൻ ചെയ്യാത്തത്? റീസൺ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്താണ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? ഓക്കെ, ഇതൊക്കെ
ഇതൊക്കെ മതി എന്നുള്ള രീതിയിലുള്ള സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എപ്പോഴാണ് ഒരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരാത്ത രീതിയിൽ വരാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ടോ അപ്പോഴാണ് പുതിയതായിട്ട് ഡിസൈനെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് ഈ ഡിസൈൻ തിങ്കിങ് ഉദ്ദേശിച്ചിട്ടുള്ളത്. Okay. However, large in the other way, design hardly represent the faithful execution of plan with the remarkable skill. Again, ഈ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ നോക്കണമെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിമാർക്കബിൾ സ്കിൽ ആൻഡ് ക്രാഫ്റ്റ് ആണ്. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിൽസ് ഇൻവോൾവ് ഇൻ ക്യാരിങ് വർക്കാണ്. ഓക്കെ, നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള സ്കില്ലാണ്. ഒരു വർക്ക് ചെയ്യാണ്, ആ വർക്കിനെ കുറിച്ചിട്ടുള്ള സ്കിൽസ് ആണ്. ഓക്കെ, ഇതാണ് ഡിസൈനിങ് തിങ്കിങ് അപ്രോച്ചിലുള്ളത്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ തിങ്കിങ്ങിലുള്ള പ്രോസസ് ആണ്. ഓക്കെ, 4 രീതിയിലാണ് ഈ പ്രോസസ്സ് നടക്കുക. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്ന സെയിം സിമ്പിൾ സ്റ്റോറിയാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ 1 സെൻസ് ഗാപ്പ്, ഫസ്റ്റ് വൺ, ദെൻ ഡിഫൈൻ പ്രോബ്ലം, എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ്സ്, അഗെയിൻ സെലക്ട് പ്ലാൻ. ഓക്കെ, അപ്പൊ സെൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെൻസ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിനെ ഒരാൾ യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എന്തോ ഒരു ഫീൽ ആവുന്നുണ്ട് ഈ പ്രൊഡക്റ്റിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. ഈ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂസർ എന്തില്ല, സാറ്റിസ്ഫൈഡ് ഇല്ല ഈ പ്രൊഡക്റ്റിൽ. മനസ്സിലായ? നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞ വിഷയം മനസ്സിലായ? ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് ഡിസൈൻ ഉണ്ട്, ഡിസൈൻ വന്നിട്ടുണ്ട്, പക്ഷെ യൂസർ ആ സാധനം യൂസ് ചെയ്യുമ്പോൾ യൂസർക്ക് എന്താവുന്നുണ്ട്? ഒരു ഫീൽ ഗുഡ് വരുന്നില്ല. ഓക്കെ, എന്തോ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പ് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ദർ ഈസ് എ നോ മോട്ടിവേഷൻ ഫോർ ഡിസൈൻ വിത്തൗട്ട് എ ഗ്യാപ്പ്. ഓക്കെ, അപ്പൊ ആ മോട്ടിവേഷൻ, ഈ ഗ്യാപ്പ് വരുമ്പോഴാണ് അയാൾക്ക് പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ഒരു ഐഡിയ ഫോം ആവുന്നതിന് ഈ ഗ്യാപ്പ് ആയിരിക്കും റീസൺ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാ ആൾക്കാരും ഫസ്റ്റ് നേരത്തെ പറഞ്ഞ രീതി തന്നെയാണ്. നിങ്ങൾ സെൽഫോൺ യൂസ് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങളുടെ സെൽഫോണിലുള്ള ഗ്യാപ്പ് എന്താണ്? ഓരോ ആൾക്കാരും ഓരോ റീസൺ പറഞ്ഞു. ഇപ്പോഴത്തെ നിങ്ങൾ യൂസ് ചെയ്യണ ഫോണിൽ ഇല്ലെങ്കിൽ ഇപ്പൊ മാർക്കറ്റിലുള്ള ഫോണിൽ ഇതൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഞാൻ ഗ്യാപ്പ് ആയിട്ട് ഫീൽ ആവണത്. ഏതാ ഗ്യാപ്പ്? മെയിൻ ആയിട്ട് ഒരു ഗ്യാപ്പ് ഇന്ന് നമ്മൾ ഫുൾഫിൽ ആയിട്ടില്ല. എന്ത് ഗ്യാപ്പാണ്? സെൽഫോണിലുള്ള ഗ്യാപ്പ്. എല്ലാ ആൾക്കാരും മൊബൈൽ ഫോണല്ലേ വെച്ചിട്ടുള്ള. മൊബൈൽ ഫോണിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ? നിങ്ങൾ ഈ മൊബൈൽ ഫോണിലുള്ള ഈ ഫീച്ചേഴ്സ് സ്റ്റിൽ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഇതിൽ കുറച്ച് ഡിസൈൻ കൂടി എന്ത് ചെയ്യണം? പുതിയ ഇന്നോവേഷൻ ഐഡിയാസ് കൊണ്ടുവരാനുള്ള രീതിയിലുള്ളത് എന്താണ്? അഭിഷേക് പറ. ബാറ്ററി ലൈഫ്. ഗുഡ്. സാലിക്ക് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ലൈഫ് നമുക്ക് ഇതുവരെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ബാറ്ററിന്റെ പവർ അവർ കൂട്ടുന്നല്ലാതെ എന്താണ് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹീറ്റ്. ഓക്കെ, ദെൻ വേറെ ഹീറ്റിന് വേണ്ടിയിട്ട് അവർ കുറെ മെക്കാനിസംസ് ഒക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബാറ്ററിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ ഗ്യാപ്പ്? ഇന്നും ഉണ്ട് ഫോണിൽ ഗ്യാപ്പ്. വേറെ ചാർജിങ്ങിന്റെ അവർ കുറച്ച് സോൾവ് ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പൊ ഇതൊന്നല്ലേ വയർലെസ് ചാർജിങ് വന്നതല്ലേ? വന്നു. ഓക്കെ, സ്പീക്കർ. വേറെ 120 വാട്ട്സ് ചാർജർ ഉണ്ടല്ലോ. ഓക്കെ, കുറച്ച് പേർക്ക് ഐഡിയാസ് ഉണ്ട്. വേറെ അപ്പോ വേറെ ഡ്യൂറബിലിറ്റി. ഓക്കെ, ഡേറ്റ ഷെയറിംഗിന് ഉദ്ദേശിച്ചത് എന്താ അഭിഷേക്? മനസ്സിലായിട്ടില്ല. സ്പീഡാണോ? സ്പീഡ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഗ്യാപ്പ് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ അഭിഷേക് പറഞ്ഞതിൽ ഒരു ഡേറ്റ ഷെയറിംഗിന്റെ ഒരു വേർഡ് വരുമ്പോഴാണ് അതിൽ കുറെ ചേഞ്ചസ്, ഇന്നോവേഷൻസ്, ഐഡിയാസ് ഒക്കെ വന്നു. എന്താ വന്നത്? ഒന്ന് പറയോ? ആരെങ്കിലും ഒന്ന് പറയോ? സ്റ്റാർട്ടിങ് ടൈം മുതൽ ഇപ്പോൾ ഉള്ളത് വരെ 3G 4G അത് ഓക്കെ. ഫോണിനെ കുറിച്ച് മാത്രം വന്നു. എന്താണ് പറയാ? സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് എന്താണ്, നിങ്ങളിപ്പോ ഇൻഫ്രാറെഡിനുള്ളത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡേറ്റ ഷെയർ ചെയ്തത്. 2 ഡേറ്റ. മനസ്സിലായ? ഇൻഫ്രാറെഡ് പോയ ശേഷമാണ് നമുക്ക് എന്ത് വന്നത്? എന്താണ് വന്നത്? ഇൻഫ്രാറെഡ് കളഞ്ഞിട്ട് എന്താ വന്നത്? ബ്ലൂടൂത്ത് ടെക്നോളജി വന്നത്. ഇപ്പൊ ആരെങ്കിലും ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നുണ്ടോ? 2 ഫോണിന്റെ ഇടയ്ക്ക് ഡേറ്റ ഷെയർ ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഇപ്പൊ അധികം യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബ്ലൂടൂത്തിന് മുൻപ് എന്താ ഉണ്ടായിരുന്നു? ഇൻഫ്രാറെഡ് ഉണ്ടായിരുന്നു, പിന്നെ ബ്ലൂടൂത്ത് വന്നു. ഇപ്പൊ എല്ലാരും എന്താണ്? വേറെ ടെക്നോളജി ആണ് അല്ലെ? എന്താണ്? ഓക്കെ, ആ ടെക്നോളജി ഇപ്പോൾ ഉള്ളത് എനിക്ക് എന്താണ്? ഷെയർ ലിങ്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ്. നമ്മൾ എക്സെൻഡർ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ്? ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഡേറ്റാസ് ഷെയർ ചെയ്യണം. ഓക്കെ, അതിൽ സ്പീഡ് എന്താണ്? കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ ബ്ലൂടൂത്ത് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് 1 GB മൂവി ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ മിനിമം 1 or 2 hours നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോ സെൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിസൈനർ എന്ത് ചെയ്യണം? ഡിസൈനർ ബിഗിൻസ് വിത്ത് എ പെർസെപ്ഷൻ ഓഫ് എ ഗ്യാപ്പ് ഇൻ ദ യൂസർ എക്സ്പീരിയൻസ്. ദർ ഇസ് നോ മോട്ടിവേഷൻ ഫോർ ഡിസൈൻ വിത്തൗട്ട് എ ഗ്യാപ്പ്. ദെൻ എന്താണ്? ഡിഫൈൻ ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പ്രോബ്ലം? ഈ ഗ്യാപ്പ് ആയിരിക്കും അല്ലേ പ്രോബ്ലം? അതല്ലേ പ്രോബ്ലം?
നമ്മൾ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടി അല്ലേ, നമുക്കിപ്പോ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്ത്, ആ ഡിഫിക്കൽട്ടി അല്ലേ നമ്മൾ പ്രോബ്ലം ആയിട്ട് എടുത്ത് സോൾവ് ചെയ്യാം. അങ്ങനെയല്ലേ സോൾവ് ചെയ്യാം അല്ലേ? അതെ സാർ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ഡിഫൈൻ പ്രോബ്ലം. വെൻ ദ യൂസർ എക്സ്പീരിയൻസ് ഗ്യാപ്പ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഡിസൈനർ ടു ഐഡന്റിഫൈ ദ പ്രോബ്ലം. ആ ഗ്യാപ്പിലുള്ള എന്താണ്, ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളതിന്റെ പ്രോബ്ലത്തിന് ഐഡന്റിഫൈ ചെയ്യണം. ദിസ് ഡയഗ്നോസിസ് ക്യാൻ ബി ഐഡന്റിഫിക്കേഷൻ ഓഫ് യൂസർ നീഡ്സ് ദാറ്റ് ആർ നോട്ട് ബീയിങ് മീറ്റ് ദ കറന്റ് സ്റ്റേറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിഫൈൻ പ്രോബ്ലത്തിൽ വേറെ ഒന്നല്ല, ഗ്യാപ്പ് എന്താണുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ സെൻസ് ഗ്യാപ്പ്, ഫസ്റ്റ് ഗ്യാപ്പിനെ മനസ്സിലാക്കി, യൂസർക്കും ആ പ്രൊഡക്റ്റിനുള്ള ഗ്യാപ്പ്. ഓക്കെ, ഇവിടെ എന്താണ് പ്രോബ്ലം ഉള്ളതെന്നുള്ളത്. എഗെയിൻ ആ ഗ്യാപ്പിന് പറയേണ്ടത് നമ്മൾ എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വന്നതെന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം. ആ പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ പ്രോബ്ലത്തിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സോൾവ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് സെൻസ് ഗ്യാപ്പ് ആണ്. സെൻസ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്യാപ്പിനെ എന്താണ്, ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ യൂസ് ചെയ്ത് അതിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഗ്യാപ്പ് കിട്ടിയ ശേഷം ഡിഫൈൻ പ്രോബ്ലത്തിൽ എന്താണ് നോക്കുക, ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് വന്നത്, ആ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രോബ്ലം മനസ്സിലാക്കുക. ഓക്കെ, എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബ്ലം നമുക്ക് കിട്ടി, നമ്മൾ ആ പ്രോബ്ലത്തെ സ്റ്റേറ്റ് ഔട്ട് ചെയ്ത് ആ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ടുള്ള ഡിസൈൻസ് ആണ്. ഓക്കെ, എക്സ്പ്ലോർ ഇൻവോൾവ്സ്, എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യാണ് ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട്, ഇത് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, ഇത് എങ്ങനെയാണ് നമ്മൾ എവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്, സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. മനസ്സിലായ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ബാറ്ററിന്റെ കേസ് പറഞ്ഞു. ബാറ്ററിന്റെ കേസ് ഇവരിപ്പോ എങ്ങനെയാ സോൾവ് ചെയ്ത് പറയാരെങ്കിലും പറയാൻ പറ്റുമോ ഫോണില്? ഇപ്പൊ നിങ്ങൾ ഫോൺ വാങ്ങിക്കുമ്പോൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഒരു സാധനം എന്താണ്, ബാറ്ററി, വെറുതെ ബാറ്ററി ആണോ? വോയിസ് ഒക്കെ കുറെ കാര്യങ്ങൾ, ബാറ്ററിയിലുള്ള എന്ത് നോക്കും, ബാറ്ററിന്റെ mAh നോക്കും. എന്തുകൊണ്ടാണ്? 4000 ആണോ 5000 ആണോ എന്നുള്ളത് നോക്കും. നോക്കിയിട്ടായിരിക്കും നമ്മൾ വാങ്ങുന്നത് അല്ലെ. അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ടൈം കൂടുതൽ കിട്ടാം അല്ലെ. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, ആ പ്രോബ്ലത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക. റിസർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതിന്റെ റിസോഴ്സ്, ഇപ്പൊ ആ സാധനത്തെ റിസോഴ്സ്, അതിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സ്, അത് എങ്ങനെയാണ് നമ്മൾ എവാലുവേറ്റ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ നമ്മൾ എപ്പോൾ ചെയ്യണം വെച്ചാൽ, സപ്പോസ് നിങ്ങൾ ബിടെക്കിൽ ഫൈനൽ ഇയറിൽ ഒരു പ്രൊജക്ട് ചെയ്യാം അല്ലെ. പ്രൊജക്ട് ചെയ്യുമ്പോൾ ബിടെക്കിന്റെ പ്രൊജക്ട് ചിലപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് നോക്കൂല, ലിറ്ററേച്ചർ സർവേ നോക്കൂല. ലിറ്ററേച്ചർ സർവേ കുറച്ച് ഇത് സിമ്പിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ എംടെക് ഒക്കെ നോക്കുമ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫേസ് ഫുള്ള് ചെയ്യുന്നത് നമ്മൾ ലിറ്ററേച്ചർ സർവേ ആണ്. ലിറ്ററേച്ചർ സർവേ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പോവാണ് പ്രൊജക്റ്റില്. പക്ഷെ ആ പ്രൊജക്റ്റില് ആൾറെഡി എന്തായിരിക്കണം, ആ സാധനം പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ സാധനങ്ങൾ എടുത്ത് റിസർച്ച് ചെയ്യും. റിസർച്ച് ചെയ്തിട്ട് എന്താണ്, ഓക്കെ ഇതിൽ ഈ പ്രൊഡക്റ്റിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നത്തെ ഞാൻ ഇങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റേറ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഉള്ളത് എന്താണ്, പ്രോബ്ലത്തിനെ കണ്ട് പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നുള്ളതാണ് എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ്സിൽ പറയാം. ദെൻ ഫൈനൽ ഉള്ള എന്താണെന്ന് വെച്ചാൽ സെലക്ട് പ്ലാൻ ആണ്. സെലക്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ റിസർച്ച് ചെയ്ത് കുറെ ഐഡിയാസ് വെച്ചിട്ടുണ്ടാവും. മനസ്സിലായ? ആ ഐഡിയാസിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. Okay, explored solution needs to some sort of evaluation and selection from the among alternatives. When you're selecting plan, the designer must consider my alternative. Okay, ഈ 4 പോയിന്റ് വെച്ച് സിമ്പിളാ പറയണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, പേരാ ജോയിൻ ചെയ്ത തേജ. ഓക്കെ, ഈ 4 പോയിന്റ് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? സെൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുമ്പോൾ യൂസർ ഗ്യാപ്പ് ഫീൽ ചെയ്യും. ആ ഗ്യാപ്പിനെ വെച്ചിട്ടായിരിക്കണം നമ്മുടെ ഡിസൈൻ നെക്സ്റ്റ് സ്റ്റേജ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഡിഫൈൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള ആ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഈ എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ്സിൽ നമ്മൾ എന്താ ചെയ്യാം, എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ്സിൽ എന്താണ് ചെയ്യാം, ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ റിസർച്ച് നടത്തണം, കുറെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അഗൈൻ എന്ത് ചെയ്യണം, സെലക്ട് പ്ലാനിൽ കുറെ ആൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യണം, പർട്ടിക്കുലർ ആയിട്ട് ഓക്കെ ഇത് നമുക്ക് ഫീസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് അതിനെ ട്രൈ ചെയ്യാൻ നോക്കണം, സോൾവ് ചെയ്യാൻ നോക്കണം. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. നമ്മളുടെ ഫീൽഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സമയം എനിക്ക് അധികം ഇല്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക്. എ കമ്പനി ഈസ് ഡിസൈഡഡ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടൈപ്പ് ഓഫ് ബാഗ്. ഇത് ഒരു ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ യൂണിവേഴ്സിറ്റിന്. എനിക്ക് തോന്നുന്നു 2000 ലാസ്റ്റ് ഇയർ വന്നതാന്ന് തോന്നുന്നു. എ കമ്പനി ഈസ് ഡിസൈഡഡ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടൈപ്പ് ഓഫ് ബാഗ് ഫോർ കോളേജ് സ്റ്റുഡൻസ് ടു ക്യാരി ബുക്സ്. ഓക്കെ, വാട്ട് വിൽ ബി ദ
aesthetics and ergonomics of the product if the company decided to design is differently for boys and girls. Okay, ഇതിന് പറഞ്ഞ എന്താണ് മനസ്സിലായ? അസെത്തറ്റിക്സ് എന്ന് പറഞ്ഞാല് ബ്യൂട്ടി റിലേറ്റഡ് ആണ്. കാണാൻ എങ്ങനെ ഇരിക്കണം ബാഗ്? നല്ല രീതിയിൽ ഉണ്ടാവണം. ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ യൂസർ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഫീൽ ആകണം. ഓക്കെ, ഫീൽ ആവണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ബാഗ് ഡിസൈൻ ചെയ്യേണ്ടത്. ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസിനാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് ഡിസൈൻ ചെയ്ത് റഫായിട്ട് ഞാൻ ആ ടൈമിൽ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ഒരാളുടെ അടുത്ത് റാൻഡം ആയിട്ട് ചോദിക്കും, അയാൾ ഡിസൈൻ കാണിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യണം. ഓക്കെ, ആശിഷ്, Present, sir. അഭിനവ്, Present, sir. ക്വസ്റ്റ്യൻ വൺസ് മോർ. ഓക്കെ, ക്വസ്റ്റ്യന്റെ സ്ക്രീൻ വയ്ക്കുന്നുണ്ട്. ആശിഷ്, അഭിനവ്, എന്താ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു? Present, sir. Present. അഭിഷേക്, ആദിത്യ, Present, sir. ഐശ്വര്യ, ഐശ്വര്യ, Present, sir. അഖിൽ സി വി, അഖിൽ സി വി, അഖിൽ സി വി, ഓക്കെ, അഖിൽ കെ, അമൽ സുരേന്ദ്രൻ, ആമിന മൽഹ, Present, sir. അനൈന, അനിരുദ്ധ്, Present, sir. അഞ്ജിത, Present. അനുജ, Present, sir. അനുപമ, Present, sir. അരോമൽ, Present, sir. അർബിത്, Present, sir. Present. ഓക്കെ, അരുൺദാത്ത്, Present, sir. അശ്വിൻ, Present. ഹസ്ന, Present, റംഷദ, Present, sir. ഋതുൽ, Present, sir. ജരീഷ്, Present, sir. ഖദീജ, Present, sir. ലിജിത്ത്, Present, sir. മറിയം ലിയാന, മറിയം ലിയാന, ഓക്കെ, മിഥുൻ മോഹൻ, Present, sir. നാസിഫ്, Present. റാസി, Present, sir. മിൻഹാജ്, Present, sir. നിഹാൽ, Present. സാലിഖ്, Present, sir. സഫീഖ്, Present. നബീൽ, Sir, present. നന്ദ, Present, sir. നിവേദയ, Present, sir. നുഹ സാലിഖ്, Present, sir. സഫീഖ്, സോറി, പ്രിൻസ്, Present. ഋഷികേഷ്, 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 ഓക്കെ, നന്ദിത, ഓക്കെ, നന്ദിത ഉണ്ട്. ഓക്കെ, നിവേദയ, ഋഷികേഷ് ഉണ്ടാ? ഋഷ്വിൻ, Present, sir. ഋത്തിക്, Present, sir. സഫീൽ, Present, sir. സംഗീതന, Present, sir. സാരംഗ്, രോഹിത്, ഓക്കെ, സോറി, രോഹിത്, Sir. സാരംഗ്, Present. സേവൻ, സെവിൻ, Present, sir. ശിഷ്കാജ് മൈക്ക് ഓൺ ഓഫ് ചെയ്യണം. തനുശ്രീ, Present, sir.
തേജ പൊന്നൻ. തേജ പൊന്നൻ. തുളസി. എന്നെ വിളിച്ചില്ല. വേറെ വിളിക്കാത്ത? സെവിനാ വിളിക്കാത്ത? ഷബിൻ. ഷബിൻ. ഓക്കെ, സോറി. ഷബിൻ, ശിഷ്കാജ്, തനുശ്രീ, തേജ പൊന്നൻ, തുളസി, Present, sir. വൈഷ്ണവി രാജീവൻ, വൈഷ്ണവി. ഓക്കെ. വിഷ്ണു കെ കെ, Present, sir. വൈഷ്ണവ് പ്രദീപ്, യാദവ്. ഓക്കെ ഓക്കെ. അഖിൽ സി വി എവിടെ പോയി? അഖിൽ സി വി എവിടെ പോയതാ? ലൈന് കട്ടായതാ? ആ സാറേ, അത് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരുന്നു. ഓക്കെ. ലിയാന വന്നിട്ടുണ്ടോ? ലിയാന ഉണ്ടോ? മരിയം ലിയാന. ഓക്കെ. ഡിസൈൻ ആരെങ്കിലും വരച്ചാ? ഡിസൈൻ ഞാൻ